കാർഡിയാക് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കാർഡിയാക്കിൽ കോമൺ ആയി ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെയാണ് കാർഡിയാക് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കത്തീഡ്രൈസേഷൻ, അതായത് ഇൻസേർഷൻ ഓഫ് കത്തീഡ്രൽ. Cardiac catheterization involves insertion of cathedral into heart and surrounding vessels. അതുപോലെ തന്നെ ഇതൊരു ഓപ്പറേറ്റീവ് പ്രൊസീജിയറാണ്, ഇൻവെസീവ് പ്രൊസീജിയറാണ്. സാധാരണ കത്തീഡ്രൽസ് ഇടുന്നത് പോലെയല്ല ഹേർട്ടിലേക്ക് ഒരു കത്തീഡ്രൽ ഇടുന്നത്. ഇതൊരു പ്രീ ഓപ്പറേറ്റീവ് കെയറും പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറും കറക്റ്റായി ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇതിന് ഡൈ ഇൻസേർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ അതിനും കറക്റ്റായുള്ള ഒരു പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റും പോസ്റ്റ് ഓപ്പറേറ്റീവ് അസസ്മെൻറ്റും നൽകുന്നുണ്ട്. പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസിൽ നിന്നും കൺസേൺ ഓപ്റ്റ് ചെയ്യണം, അലർജീസ് നോട്ട് ചെയ്യണം. പേഷ്യൻസിന് സീ ഫുഡ്സിനോടോ അലർജീസ് ഉണ്ടോ, അയോഡിനോട് അലർജീസ് ഉണ്ടോ, പിന്നെ റേഡിയോപിക് ഡയസ്, അതായത് ഡൈസ് ഇൻസേർട്ട് ചെയ്താണ് കാത്തീഡ്രൈസേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഡയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയോഡിൻ ബേസ്ഡ് ആകാം. അതുകൊണ്ട് തന്നെ പേഷ്യൻസിനോട് അലർജീസ് ഉണ്ടോ എന്ന് നോക്കണം. പേഷ്യൻസിന് അങ്ങനെ അലർജീസ് ഉണ്ടെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് ആയിട്ട് ആൻറ്റിഹിസ്റ്റമൈൻസ് കൊടുക്കണം. യു ഷുഡ് പ്രിവെൻറ്റ് ദീസ് കൈൻഡ് ഓഫ് റിയാക്ഷൻസ് ആഫ്റ്റർവേർഡ്സ്. ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് MPOയിൽ നമ്മൾ പേഷ്യൻസിനെ വെക്കണം 8 hours ബിഫോർ ദ പ്രൊസീജിയർ. ബിക്കോസ് ആൻസ്പിറേഷൻ ആൻഡ് വോമിറ്റിംഗ് തടയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പേഷ്യൻസിൻ്റെ ഹൈറ്റ് വെയിറ്റ് മോണിറ്റൈസ് ചെയ്യണം. ബിക്കോസ് എത്രമാത്രം ഡൈസാണ് വേണ്ടത് എന്നറിയാനാണ് ഇതുപോലത്തെ ഓക്കെ. അതുപോലെ തന്നെ ബേസ് ലൈഫ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കണം. വൈറ്റൽ സൈൻസ് നമ്മൾ മോണിറ്റർ ചെയ്യണം. പിന്നെ നമ്മൾ ലോക്കൽ അനസ്തെറ്റിക് നമ്മൾ പേഷ്യൻസിന് കൊടുക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പേഷ്യൻസ് അവെയർ ആയിരിക്കണം. പേഷ്യൻസ് ഷുഡ് ബി എഡ്യൂക്കേറ്റ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് അഡ്മിറേഷൻസ് ഓഫ് ദ ലോക്കൽ അനസ്തെറ്റിക്. ഹൗ ലോങ് ദ പ്രൊസീജിയർ വിൽ ബി എക്സ്പെക്ട് ചെയ്യുന്ന കോംപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കൺസെൻറ്റ് എടുക്കുന്നത്. അതുപോലെ തന്നെ 2 hours വരെ പ്രൊസീജിയർ പോകും. അത്രയും നേരം സ്റ്റില്ലായിട്ട് കിടക്കണം. സോ അതുകൊണ്ട് ഒരു എഫക്റ്റീവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന് ഒരു ഫ്ലക്ചറിങ് ഇൻസ്പിറേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഹേർട്ടിലേക്ക് കത്തീഡ്രൽ കടത്തി വിടുമ്പോൾ ദർ ഈസ് സം ചേഞ്ചസ് ലൈക്ക് പേഷ്യൻറ്റ് ഫീൽ ഫ്ലഷ്, വാം ഫീലിംഗ് ആൻഡ് ദ ടെൻഡൻസി ടു കഫ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയ ക്ലീൻ ആയിരിക്കണം. അതായത് ഷേവിങ് ക്ലീനിങ് ഒക്കെ ചെയ്ത് സെഡറ്റീവ്സ് ഒക്കെ എന്തെങ്കിലും പ്രിസ്ക്രൈബ് ആണെങ്കിൽ അത് കൊടുത്തിരിക്കണം. ഇതാണ് നമ്മൾ പ്രധാനമായി ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം മെറ്റ്ഫോമിൻ ആണ്. മെറ്റ്ഫോമിൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ വിത്ത്ഹോൾഡ് ചെയ്തിരിക്കണം. ബിക്കോസ് നമ്മൾ കൊടുക്കുന്നത് ഒരു അയോഡിൻ ഡൈസ് ആണ്. ഡ്യൂ ടു അയോഡിൻ ഡൈ ദർ ഇസ് എ റിസ്ക് ഓഫ് ലാക്റ്റിൻ അസിഡോസിസ് ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് മെറ്റ്ഫോമിൻ 24 hours മുന്നേ വിത്ത്ഹോൾഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സർജറി കഴിഞ്ഞും 48 hours കഴിഞ്ഞ് വേണം മെറ്റ്ഫോമിൻ റെസ്യൂം ചെയ്യാൻ. അതായത് 4 hours മുന്നേ നമ്മൾ വിത്ത്ഹോൾഡ് ചെയ്യുക, 48 hours കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ചെയ്യുക. ലാക്റ്റിൻ ആസിഡോസിസ് ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പോസ്റ്റ് അസസ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററൈസിങ് ആവശ്യമാണ്. എക്സ്പെഷ്യലി കേസസ് ഓഫ് കാർഡിയാക് പാരാമീറ്റേഴ്സ്, കാർഡിയാക് റിതംസ് നമ്മൾ നോക്കണം. എസ്പെഷ്യലി ഹാവ് ദ ചാൻസ് ഓഫ് കാർഡിയാക് ഡൈ റിതമയാസ്. ഓക്കെ. അതുകൊണ്ട് എവറി 30 minutes to 2 hours നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്ററൈസ് ആവശ്യമാണ്. ചെസ്റ്റ് പെയിൻ ഉള്ളത് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ കാർഡിയാക് ഡൈ റിതമയാസ് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ പെരിഫറൽ പാർട്സ്, കളേഴ്സ്, സെൻസേഷൻ, അതൊക്കെ നമ്മൾ എവറി 30 minutes നമ്മൾ നോക്കണം. അതുപോലെ തന്നെ കൂളാക്കുക, സയോട്ടിക് ആക്കുക, പെരിഫറൽ പാർട്സ് കാണാതിരിക്കുക, ഡിസപ്പിയർ ചെയ്യുന്ന എന്നിങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക. BP മോണിറ്റർ ചെയ്യുക, ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെന്താണ്
ഹിമറ്റോമ ഉണ്ടോ എന്ന് നോക്കുക, മോണിറ്റർ ചെയ്യുക. ആദ്യത്തെ ഒരു 4 to 6 hours can be എന്താണ് elevate limb because prevent hurt aerial occultation, provide strict bed rest was 6 to 12 hours. ഡൈസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്തു പോകുന്നത് കൊണ്ട് എന്താണ് കോൺട്രാക്സിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഫ്ലൂയിഡ് എൻകറേജ് ചെയ്യണം. ഹെഡ് ആൻഡ് 50 ഡിഗ്രി കൂടുതൽ എലിമിനേറ്റ് ചെയ്യരുത്. പിന്നെ എന്താണ് പേഷ്യൻസിന് ഉണ്ടാകാൻ സാധ്യതയുള്ള റാഷസ്, വൊമിറ്റിംഗ്, നോഷ്യ, പിന്നെ ഡൈസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഇത്രയുമാണ് മോണിറ്ററൈസിങ്ങിലുള്ളത്. നെക്സ്റ്റ് പ്രൊസീജിയർ എന്നത് ആൻജിയോപ്ലാസ്റ്റി ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻവസീവ് പ്രൊസീജിയർ ആൻഡ് ഓൾസോ യൂസസ് ബലൂൺ പിന്നെ കാത്തഡ്രൈസ്, അതായത് ബലൂൺ കാത്തഡ്രൈസ് ഉപയോഗിച്ച ബ്ലഡ് വെസൽസിനെ ഡയലൈറ്റ് ചെയ്യുന്നു. ഇതിലും പേഷ്യൻസിന് വളരെ കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. കാർഡിയാക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിനും എല്ലാം പേഷ്യൻസിന് സ്പെഷ്യൽ കെയർ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ചെറിയ ഒരു മിസ്മാച്ച് പോലെ, ഇൻബാലൻസ് പോലെ ഉണ്ടാകാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. ആൻജിയോപ്ലാസ്റ്റി എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോ കാർഡിലിഫ്ലേഷൻ ഉള്ളപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് മൂലം ഉള്ളൊരു കോംപ്ലിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ് ആർട്ടീരിയൽ ഡൈസ്ഫങ്ഷൻ, പിന്നെന്താണ് പ്ലീഗ്യുഫോർമൻസ്, എംബോൾസേഷൻ, ചെസ്റ്റ് പെയിൻ എന്നിവയൊക്കെയാണ്. ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ ലൈഫ് ടൈം എന്താണ് മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. അതായത് സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ മാറി ആക്ടിവിറ്റി ലെവൽസ് കൂട്ടി ബോഡി മാസ് ഇൻഡെക്സ് നോർമൽ ആക്കി വെക്കുക, സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം അവോയ്ഡ് ചെയ്യുക, അത്രയുമാണ് ആൻജിയോപ്ലാസ്റ്റിയുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പ്രീ ഓപ്പറേറ്റീവ് നോക്കുകയാണെങ്കിൽ MPOയിൽ വെക്കണം. അതുപോലെ തന്നെ എന്താണ് മെറ്റ്ഫോമിൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ വിത്ത്ഹോൾഡ് ചെയ്യണം. മെറ്റ്ഫോമിൻ 24 hours മുന്നേ നമ്മൾ വിത്ത്ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സർജറി കഴിഞ്ഞും 48 hours കഴിഞ്ഞ് വേണം മെറ്റ്ഫോമിൻ റെസ്യൂം ചെയ്യാനായിട്ട്. പോസ്റ്റ് ഓപ്പറേഷൻ ഇന്നോവേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഡിസ്റ്റൽ പാർട്സസ് എക്സ്ട്രിമിറ്റീസിൽ ഉള്ള ഡിസ്റ്റൽ പാർട്സ് മോണിറ്റർ ചെയ്യണം. ബെഡ് റെസ്റ്റ് ആസ് പ്രിസ്ക്രൈബ്ഡ് കൊടുക്കാം. നോർമലി 6 to 8 hours ആണ് ബെഡ് റെസ്റ്റ്. അതുപോലെ തന്നെ മെഡിക്കേഷൻ യൂസേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻറ്റി കോഗുലൻറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ ഹെപ്പറിൻ ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് ഏജൻറ്റ് കൊടുക്കാറുണ്ട് ടു പ്രിവെൻറ്റ് ദ ത്രോംബസ് ഫോർമേഷൻ. ത്രോംബസ് ഒന്നും ഉണ്ടാകാതെ, ബ്ലഡ് ക്ലോട്ട്സ് ഒന്നും ഉണ്ടാകാതെ ഇരിക്കാനായിട്ടാണ് ആൻറ്റി കോഗുലൻസ് കൊടുക്കുന്നത്. ഇനിയും ഒരു ഇൻട്രാവേനിയസ് ആയിട്ടാണ് നൈട്രോഗ്ലൈൻസ്, അതുപോലെ തന്നെ ഡൈ ഉപയോഗിച്ചാണ് ആൻജിയോപ്ലാസ്റ്റി നമ്മൾ ചെയ്യുന്നത്. പേഷ്യൻസിന് നമ്മൾ അവെയർനെസ് കൊടുക്കുക റിഗാർഡിംഗ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് നൈട്രേറ്റ്സ്, ബ്ലോക്കേഴ്സ്, ആൻറ്റി പ്ലേറ്റ്ലേറ്റ്സ് ഏജൻറ്റ്, കോഗുലൻറ്റ്. പേഷ്യൻസിന് ആസ്പിറിൻ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അതിനെക്കുറിച്ച് പേഷ്യൻസിനെ ഇൻസ്ട്രക്ട് ചെയ്യണം. പേഷ്യൻസിനോട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കുറച്ച് ആവശ്യമാണെന്ന് അഡ്വൈസസ് നൽകണം. ആൻജിയോപ്ലാസ്റ്റി ചെയ്തത് കൊണ്ട് മാത്രം ശരിയാകില്ല. ഇത്രയുമാണ് ആൻജിയോപ്ലാസ്റ്റിയുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. ഈ ആൻജിയോപ്ലാസ്റ്റി ലേസർ ടെക്നിക്സ് യൂസ് ചെയ്തും ചെയ്യാറുണ്ട്. അത് ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. ഇത്രയുമാണ് ആൻജിയോപ്ലാസ്റ്റിയെക്കുറിച്ച് പറയാനുള്ളത്.